ഇന്ന് കണ്ണൂരിൽ നിന്ന് വന്ന വാർത്തയാണ്. ഇപ്പോൾ കേരളം മലയോര മേഖലകളിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം കണ്ണൂരിൽ നിന്നാണ്. പാട്യം മുതിയങ്ങ വയലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് കർഷകനായ ശ്രീധരൻ ഇന്ന് കൊല്ലപ്പെട്ടത്. കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ആദ്യം. രാവിലെ പതിവ് പോലെ ഈ കാണുന്ന വഴിയിലൂടെ തൻ്റെ കൃഷിയിടത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു ശ്രീധരൻ. അതിനിടെ ഇവിടെ വച്ചാണ് കാട്ടുപന്നി കുതിച്ചെത്തി ശ്രീധരനെ ആക്രമിച്ചത്. നിലവിളി കേട്ട് സമീപവാസികൾ എത്തുമ്പോഴേക്കും ശ്രീധരൻ ചോരയിൽ കുളിച്ച് നിലത്തു കിടക്കുകയായിരുന്നു. പന്നീനെ ദൂരെ നിന്ന് കണ്ടിരിങ്ങനെ പോന്നെ വയലിലേക്ക് കാലിന് പോരാ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഒമ്പണി ശേഷം ഇങ്ങനെ കുത്തിയെറിഞ്ഞിട്ട് വയലും വിളിക്കുന്നത് കേട്ടെ. അങ്ങനെ വയലും വിളിച്ച ശേഷം അതിൽ ഓടിപ്പോയി കണ്ട കൂട്ടം പന്നീനെ കണ്ടില്ല. പന്നി ഇങ്ങനെ കുത്തുന്ന കണ്ടില്ല. ദേഹമാസകലം പരിക്കേറ്റ ശ്രീധരനെ ഉടൻ തന്നെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതിനിടെ തന്നെ മരണം സംഭവിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതേ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന നേരെ CCF-നാണ്. ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപക്കാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പിന്നെ ജില്ലാ കളക്ടറോടും അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ല, വന്യജീവികൾ സാധാരണ സാന്നിധ്യം ഉണ്ടാകാനിടയിലൊരു സ്ഥലമല്ല. ഇതുവരെ അങ്ങനെ ഒരു അനിഷ്ട സംഭവം, ശ്രദ്ധേയമായൊരു സംഭവമൊന്നും ഉണ്ടാകാത്തൊരു ശാന്തമായ സ്ഥലമാണ്. അവിടെ കാട്ടുപന്നിയെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്തി കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ആരോടും ചോദിക്കണ്ടല്ലോ. നിലവിൽ ഉത്തരവുണ്ടല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയാനുള്ളത് എന്നറിയണം. ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം ആദ്യമായിട്ടാണെന്ന വാദം തീർത്തും തെറ്റാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യനെ കാട്ടുപന്നിയെത്തി ആക്രമിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. എന്നാൽ ഈ കൃഷിയിടങ്ങളിലെ വിളകൾ നശിപ്പിക്കാൻ സ്ഥിരമായി കാട്ടുപന്നികൾ എത്താറുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. പൊതുവേ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കലാണ്. അപ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആടെയും ഉണ്ടെങ്കിൽ അവർ ഓടി രക്ഷപ്പെടും. ശല്യം വാഴയും കിഴങ്ങ് കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെയോ അതാ ചെയ്തിട്ട് കിഴങ്ങല്ലാതെ കുത്തിയിളക്കിയിട്ട് അവിടെ നമ്മളെയൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടൊന്നുമില്ല, കുറേ പക്ഷെ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്നത്. പഞ്ചായത്തോട് നമ്മൾ പറഞ്ഞു ഇതിനെന്തെങ്കിലും പണിയുണ്ടോ, കൊല്ലിയാൻ പാടില്ല, മറ്റേതില്ല. ഇപ്പോൾ ആരോ കഴിഞ്ഞ ആഴ്ച ആരോ പറഞ്ഞ് തോക്ക് വെച്ചാൽ നമുക്കാർക്കും തോക്ക് വെക്കാൻ അറിയാം. എന്നിട്ട് ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തു. ഇപ്പോൾ കൃഷിയിലൂടെ ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടത്. മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തിന് സംരക്ഷണമൊരുക്കാൻ ഇവിടെ നിയമമില്ലേ, ഭരണ സംവിധാനങ്ങളില്ലേ? കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അവിടെ ഉണ്ടാകുന്നത്. AK ശ്രീധരന്റെ മൃതദേഹവുമായി വന്ന ആംബുലൻസ് തടഞ്ഞാണ് അവിടുത്തെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ, പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് ഏറെ നേരം ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശ്രീധരൻ്റെ മൃതദേഹവുമായി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അകലെയുള്ള പാത്തിപ്പാലം ജംഗ്ഷനിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ആ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിനു മുമ്പും, അതായത് മന്ത്രിയും വനം വകുപ്പും പറയുന്നത് പോലെയല്ല, ഇതിനു മുമ്പും അവിടെ ഈ കർഷകർ അവിടെ ഈ കാട്ടുപന്നിയുടെ ശല്യം ചൂണ്ടിക്കാണിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിനോടും വനം വകുപ്പിനോടും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ആ ഘട്ടത്തിൽ അത് ഗൗരവത്തിലെടുക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കർഷകൻ്റെ മരണത്തിലേക്ക് ഉൾപ്പെടെ പോയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചു. ഇപ്പോൾ എന്തായാലും ആ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ അമർഷമുണ്ട്. അവരെ സംബന്ധിച്ച്
സംബന്ധിച്ച് വലിയ നടുക്കം ഉണ്ടായിട്ടുണ്ട്. ഒരു കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ്, ഗ്രാമീണ പ്രദേശമാണ്. അവിടെ തന്നെ ഒരു കൃഷിയിടത്തിൽ വെച്ച് ഒരു കർഷകർ ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന സംഭവം. ഇതിനു മുമ്പ് ഈ ആൾക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷേ കാട്ടുപന്നി ശല്യം കൃത്യമായിട്ടുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അതിൽ പഞ്ചായത്തും വനം വകുപ്പും ചേർന്നുകൊണ്ട് അത് പരിഹരിക്കണം എന്നതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നത് ഇവിടെ മനുഷ്യജീവനേക്കാൾ വില അത് മൃഗങ്ങളുടെ ജീവനാണ് എന്നാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. ഒപ്പം വനം വകുപ്പിന്റെ വിചാരം വന്യജീവികളുടെ വോട്ട് കിട്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള അഭിപ്രായം ജാസ്മിൻ ജയ് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ പ്രേക്ഷകർ ആ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. വലിയ വന്യമൃഗ ഭീതിയിലാണ് നിലമ്പൂർ മേഖല. മയിലാടി, മണ്ണൂപ്പാറ പ്രദേശങ്ങളിൽ പട്ടാപ്പകൽ പോലും കാട്ടാനകൾ വിഹരിക്കുന്നുണ്ട്. നിലമ്പൂർ ഭാഗത്ത് 2 ജീവനുകൾ കാട്ടാന കവർന്നിട്ടും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അധികൃതർക്ക് കഴിയുന്നില്ല. മണ്ണുപ്പാടം മയിലാടി മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കാത്ത, ഭീതി വിതയ്ക്കാത്ത ഒരു പ്രദേശം പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല. ഇത് നൌഫൽ എന്നുള്ള ആളുടെ വീടാണ്. ഈ വീട്ടിന്റെ മുറ്റത്താണ് കഴിഞ്ഞ ദിവസം ആന വന്നത്. ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിൽ പൂർണ്ണമായിട്ടും തകർത്തു. ഒരു പുലർച്ചെ 5:45 കൂടിയാണ് കാട്ടാന ഇതിലൂടെ ഇറങ്ങി വന്നത്. അതിനുശേഷം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റും തകർത്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഗേറ്റും തകർത്താണ് ആന പോയത്. ഇവിടുന്ന് ഈ ജീവൻ നഷ്ടപ്പെടാത്തത് ഈ പ്രദേശത്തുള്ളവരുടെ ഭാഗ്യം എന്ന് മാത്രം പറയാവുന്ന ഗുരുതരമായ സാഹചര്യം. കാട്ടാനകൾ, പുലി, കുരങ്ങ് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്ന സ്ഥിതിയാണ്. മയിലാടി, മണ്ണുപ്പാറ പ്രദേശങ്ങളിലെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങിയിട്ട് മാസങ്ങളായി. ആദിവാസികൾ ഉൾപ്പെടെ 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം. മൃഗശല്യം ഇവിടെ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ ആന, പുലി, അതേപോലെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കര. എനിക്കിപ്പോൾ ഇവിടെ ആ ഫോറസ്റ്റിൽ നിന്ന് ഇവിടെ വരും. ഇവിടെ ഈ ആട്ടൻ്റെ പാക്കറ്റൊക്കെ വലിച്ച് പുറത്തേക്ക് ഇടും. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പാക്കറ്റും കൊണ്ട് ഓടും. അങ്ങനത്തെ ഒരു ശല്യം നമുക്ക് നല്ലോണ്ട് കുരങ്ങിന്. പിന്നെ രാവിലെ നമ്മൾ വരുമ്പോൾ ആന ഇവിടെ സ്ഥിരം ഇതിൽ പോകുന്ന റൂട്ടാണ്. എന്തായാലും ഇതിനൊരു പുതിയൊരു സംവിധാനം കണ്ടെത്തിയില്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ വലിയ ഒരു പ്രയാസം ഉണ്ടാവും. നിരന്തരം ആനശല്യം ഒരുപാട് ഇവിടെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പം മിനിഞ്ഞാന്ന് 4 ദിവസം പോകണം പുലി ഇവിടെ തൊട്ട് ബാക്കിൽ വന്നു പോയത്. എന്തെങ്കിലും പറയുമ്പോൾ അവരൊന്ന് വരും, നോക്കുന്നല്ലാതെ അതിന് ശാശ്വതമായൊരു പരിഹാരം ഇവിടെ അല്ല. രാത്രിയായി കഴിഞ്ഞാൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ പുലി ശല്യം കൂടിയും കാരണം ജനങ്ങൾ നല്ല ഭീതിയിലാണ്. ഇങ്ങനെ ഫെൻസിങ് കൊണ്ടൊന്നും ഒരു പരിഹാരമല്ല. അപ്പോൾ അവിടെ ഫെൻസിങ് ഇട്ടത് മുഴുവൻ വേര് കയറിയാണ്ടും വള്ളി കയറിയാണ്ടും നശിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ ഈ ആന കൂടുതൽ ആനകളാണുള്ളത്. 3ന്റെ അപ്പുറത്തെ ആനകൾ ഇവിടെ നിരന്തരം ഇവിടെ വീടുകളും ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ കൃഷി മുഴുവനായും നശിപ്പിക്കുന്നു. ഇങ്ങനെ 2 വർഷത്തിനിടയിൽ 50ലേറെ കർഷകരുടെ കണ്ണീരാണ് വീണത്. ഒരു പരിഹാരവും ആരും നിർദ്ദേശിക്കുന്നില്ല. വനം വകുപ്പാകട്ടെ കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് മാത്രം ഇടയ്ക്കിടെ നൽകുന്നു. ആന ഒരു 3 വർഷമായി വരവ് തുടങ്ങിയിട്ട്. കുരങ്ങും പന്നി അതിൻ്റെ മുമ്പ് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ആനയായി, ഇപ്പോൾ പുലി വരെ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് സഹായിക്കാമെന്ന് പറയും. എന്നിട്ട് അവർ കുറേ മീറ്റിങ്ങൊക്കെ വിളിച്ചു കൂട്ടും. അവിടെ വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ ഭാഗത്താന്ന് പറയും. ഒപ്പം എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ കാട് ജനവാസ മേഖലയിൽ തൊട്ട് ചാരിക കൊണ്ടുപോയിട്ട് കുഴി കുത്തിവയ്ക്കുക. അല്ലെങ്കിൽ കൃഷിയിടത്തിനൊക്കെ കൊണ്ട് ആനയ്ക്ക് കുളിക്കാനും ഇതിനൊക്കെ വലിയ കുളം കുത്തി കൊടുക്കുക. ആനയുടെ ശല്യം നല്ല ശല്യമാണ്. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളെന്നും കാണലുണ്ട്. ഇപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് നമ്മളെ മുറ്റത്ത് കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷി നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നശിപ്പിക്കുന്നില്ല. തൊട്ടടുത്തൊരു പ്ലാവ് ഉണ്ടായി വന്ന് ചക്ക മുഴുവൻ പറിച്ചിടുന്നുണ്ട്, തിന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ശീലം തന്നെയാണ് ഇപ്പോൾ. അല്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? പുലി ഇറങ്ങിന്ന് പറയുന്നിട്ടുണ്ട്. ഇതുവരെ നമ്മളെ മുന്നിലൊന്നും കണ്ടിട്ടില്ല. കാണാതിരിക്കട്ടെ. നിലമ്പൂർ കക്കാടംപൊയിൽ മലയോര ഹൈവേയോട് ചേർന്ന പ്രദേശമാണിത്. ആന തകർത്ത വീപ്പകൾ, വന്നുപോയ വഴികൾ, നശിപ്പിച്ച കൃഷികൾ എല്ലാം എത്രയോ അധികമാണ്. നിലമ്പൂർ മേഖലയിൽ നിന്ന് കഴിഞ്ഞ മാസം കാട്ടാന ഇല്ലാതാക്കിയത് 2 ജീവനുകൾ. ആനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരും നിരവധി. ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം വരുന്ന അധികാരികളും താൽക്കാലിക ആശ്വാസ നടപടികളും. ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന ഇവരുടെ ചോദ്യത്തിന് എന്തുണ്ട് മറുപടി നൽകാൻ? പ്രദേശങ്ങളുടെ പേരിൽ മാത്രമായിരിക്കും മാറ്റം. ഇതെല്ലാം പല കുറി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പരിഹാരം എവിടെ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതുണ്ടാകുന്നില്ല. ഈ മൂത്തേടം പോലെ, മയിലാടി പോലെ നിലമ്പൂരിലെ പല മേഖലകളിലെയും ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറിക്കഴിഞ്ഞു. കാരണം
അത്രത്തോളം വലിയ വന്യമൃഗ ഭീതിയാണ്. നിലമ്പൂരിൽ നിന്ന് അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24. പൊതുജനം കഴുതയല്ല സാർ. മലയോരത്തെ ആ ഭീതി അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇനിയുള്ള കാലം കേരളത്തിൽ ജീവിക്കണമെങ്കിൽ വന്യജീവിയായി ജനിക്കണം, കാരണം അവർക്കാണ് ഇവിടെ ആനുകൂല്യങ്ങൾ എന്നാണ് എബ്രഹാം തോമസിന്റെ പ്രതികരണം ഈ റിപ്പോർട്ട് കണ്ടിട്ട്. വയനാട് മേപ്പാടി നെടുമ്പാലയിൽ കേബിൾ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്ക് വെടിവെച്ച് പിടികൂടി വനംവകുപ്പ്. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലത്ത് നിന്നാണ് പുലിയെ പിടികൂടിയത്. മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റ് മേഖലയിൽ നേരത്തെ വന്യമൃഗശല്യം രൂക്ഷമാണ്. എസ്റ്റേറ്റിനോട് ചേർന്ന വേലിക്ക് സമീപം സ്ഥാപിച്ച കേബിൾ കെണിയിലാണ് പുലി കുടുങ്ങിയത്. ഇന്ന് രാവിലെയാണ് കാൽ കുരുങ്ങിയ നിലയിൽ പുലിയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. ഇതിന് പിന്നാലെ വനംവകുപ്പിനെ വിവരമറിയിച്ചു. ഉച്ചയോടെ ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. പിന്നീട് മയക്കുവെടി വെക്കാനുള്ള നീക്കം. 2 തവണ മയക്കുവെടി ഉതിർത്തതോടെ പുലി മയക്കത്തിലേക്ക്. പിന്നീട് പുലിയെ വലയിലാക്കി ട്രാക്ടറിലെ കൂട്ടിൽ കയറ്റി വൈത്തിരി ഫോറസ്റ്റ് ഓഫീസിലേക്ക്. 1.5 വയസ്സുള്ള ആൺപുലിയെ ആരോഗ്യം വീണ്ടെടുത്താലുടൻ ഉൾവനത്തിലേക്ക് തുറന്നുവിടും. ആരോഗ്യാവസ്ഥ വീക്കാണ്, ആനിമൽ വീക്കാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ രാത്രി കുടുങ്ങിയതാവാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാടിറങ്ങി വരുന്ന പന്നിയും പുലിയും മാനുമൊക്കെ ഈ മേഖലയുടെ പ്രശ്നമാണ്. രാത്രിയിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ആശങ്ക. ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഇവിടെ കാണലുണ്ട്. നമ്മൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മൾ വീട് ഇവിടെയാണ്. പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ഥിരമുള്ളതാണ് ഇവിടെ. 2-3 പേർക്ക് കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് 3 ആൾക്കാർ കണ്ടിട്ടുണ്ട് ലൈവ്. ഇതൊന്നൊന്നല്ല കേട്ടോ, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല, ഇഷ്ടംമാരിയുണ്ട്. മറ്റേതോ ജീവിക്കായി സ്ഥാപിച്ച കേബിൾ കുരുക്കിലാണ് പുലി കുടുങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാടിറങ്ങിയെത്തുന്ന വന്യമൃഗങ്ങളുടെ പേടിയിലാണ് മേപ്പാടിയിലെ തോട്ടം മേഖല. അതേസമയം പുലി കുടുങ്ങിയ കെണി വെച്ചത് ആര് എന്നതിനെ കുറിച്ച് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. മേപ്പാടി മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറയുന്നു. ഭയമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പ്രതികരണം. അപ്പോൾ ഈ വരുന്ന ഇതിലൂടെ പോകുന്ന സമയത്ത് വല്ലപ്പോഴും, എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഇതിലൂടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നെല്ലാം കാണാം. ഈ പുലി നല്ല പന്നി എല്ലാം കാണാൻ കഴിയും. അപ്പോൾ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വാഹനത്തിൽ ബൈക്കിലടക്കം ഇങ്ങനെ ആളുകൾ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ്, പേടി തന്നെയാണ്. പുലി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല, സംഭവം വന്നിട്ട് ഇതിപ്പോൾ കുടുങ്ങിയതും കൊണ്ട് ആൾക്കാർ അങ്ങനെ ആക്കി കൊണ്ടുപോയി. സംഭവം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. രാത്രി ഇവിടെ യാത്ര ചെയ്യാൻ പേടി തന്നെയാണ്. ഒരു 7 മണിക്ക് ശേഷം ഇവിടെ നമുക്ക് യാത്ര ചെയ്യാൻ പേടി തന്നെയാണ്. ഇതൊരു മെയിൻ റോഡായതുകൊണ്ട് ഈ പുറമേക്കാർക്ക് ഇത് അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പേര് നമ്മൾ തൊട്ട് താഴെ ഇഷ്ടംപോലെ വീടുണ്ട്. ഇത് ഈ ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പുറത്ത് ഇഷ്ടംപോലെ വീടുകളാണ്. അപ്പോൾ രാത്രി ഇവിടുന്ന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പല തവണ കണ്ടിട്ടുണ്ട്. ഇവിടെ പുലി ഇപ്പോഴും കുറേ മുമ്പ് തന്നെ ഉണ്ട്, ഇടക്കിടക്ക് പലരും കണ്ടുവരുന്നുണ്ട്. പേടിയുണ്ട്. നമ്മൾ ഈ കടുവ ഇതിൽ എപ്പോഴും ഉണ്ടാവും. കടുവയും പുലിയും എല്ലാ സാധനങ്ങളും ഉണ്ട്, പന്നിയും എല്ലാ ശല്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പന്നി തട്ടി വീഴുന്നതും ആക്സിഡന്റ് പറ്റുന്നതും ഒക്കെ ഉണ്ട്. ഈ വഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഡേഞ്ചർ മേഖലയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജന കഴുതയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. 1-ാം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മാരകായുധം കണ്ടെത്തിയത്. ഇതേ പ്രതിയുടെ പിതാവ് TP ചന്ദ്രശേഖരൻ കേസ് പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും കുട്ടികളെ ആക്രമിച്ചുവെന്നും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ മുതിർന്നവരും ചില കൊട്ടേഷൻ ടീം അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഈ ആരോപണം ദൂരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതികളായ 5 പേരുടെ വീടുകളിലാണ് ഒരേ സമയം പരിശോധന നടന്നത്. 1-ാം പ്രതിയുടെ വീട്ടിൽ 11 മണിയോടെ അന്വേഷണ സംഘം എത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. പ്രതികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം നടത്തിയ റെയ്ഡിലാണ് ഷഹബാസിന്റെ തലച്ചോറ് തകർക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തിയത്. ഈ പ്രതിയുടെ പിതാവ് കൊട്ടേഷൻ സംഘ അംഗമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ് ഇന്ന് പുറത്തു വന്നത്. ഇതെപ്പോൾ എടുത്തതാണെന്നതിൽ വ്യക്തതയില്ല. മറ്റിടങ്ങളിൽ നിന്നും 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തി. ഇത് സയന്റിഫിക് പരിശോധനയ്ക്ക് അയച്ചു.
കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. മൊബൈൽ ഫോൺ, റീൽസ്, താരാരാധന എന്നിവ കുട്ടികളെ ബാധിക്കുന്നുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ. സിനിമകൾ ഒരു ചെറിയ ഘടകമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വയലൻസിന് പ്രാധാന്യം നൽകുന്ന സിനിമകളാണ്. അത് സുഖകരമായൊരു രീതിയല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ സിനിമ മാത്രമല്ല, മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടാവാം, ഇൻ്റർനെറ്റിലുള്ള മറ്റ് ഒരുപാട് റീൽസുകൾ, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന റീൽസുകളും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഘടകമാവാം. കുട്ടികൾക്ക് പൊതുവെ കുട്ടികൾ ഹീറോകളെ ആരാധിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് പല രീതിയിലും അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഷഹബാസ് കൊലക്കേസിലെ 3 പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നു. സ്കൂളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ജനുവരി 5, 6 തീയതികളിലെ സംഘർഷം. അന്ന് 5 പേർക്ക് പരിക്കേറ്റിരുന്നു. 2 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. 18 വയസ്സ് പൂർത്തിയാകാത്തതിനാൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല. നിയമം നൽകുന്ന ഈ ഇളവ് നമ്മുടെ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറുന്നു എന്നാണ് താമരശ്ശേരിയിലെ സംഭവം സൂചിപ്പിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കുട്ടികളാണെന്നുള്ള ആനുകൂല്യം നൽകുമ്പോൾ അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന സംശയം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. എബ്രഹാം തോമസും മറ്റൊരു പ്രേക്ഷകനുമൊക്കെ അത്തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട്. മകന്റെ വേർപാട് താങ്ങാനാകാതെ മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതാക്കിയതെന്ന് പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. പ്രതികളായ വിദ്യാർത്ഥികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടാകരുതെന്നും മുഹമ്മദ് ഇക്ബാൽ 24-നോട് പ്രതികരിച്ചു. മകന്റെ വേർപാട് ഉൾക്കൊള്ളാൻ മുഹമ്മദ് ഷഹബാസിന്റെ ഉറ്റവർക്ക് കഴിയുന്നില്ല. കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. പ്രതികളുടെ കുടുംബത്തിന്റെ സ്വാധീനം അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഷഹബാസിന്റെ കുടുംബത്തിനുമുണ്ട്. എങ്കിലും പോലീസിലും സർക്കാരിലും വിശ്വാസം അർപ്പിക്കുന്നതായും ഇക്ബാൽ പറഞ്ഞു. വീട്ടിൽ നിന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ഈ ഒരു ദാരുണമായ കൊലപാതകം നടന്നത്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് കിട്ടേണ്ട ശിക്ഷ തീർത്തും ഈ കൊലപാതകികൾക്ക് വാങ്ങിക്കൊടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പ്രതികൾ എല്ലാവരും സ്വാധീനമുള്ള ആളുകളാണ്. അവർക്കൊക്കെ ക്യാഷ് ഉണ്ട്, സ്വാധീനം ചെലുത്താൻ കഴിയും. ഞമ്മക്കതൊന്നുമില്ല, ദുർബലരാണ്. കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ തന്റെ മകനെ നഷ്ടമാകില്ലായിരുന്നുവെന്ന് വേദനയോടെ ഒരു പിതാവ് പറയുന്നു. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നും ആവശ്യം. ഭാര്യ പറയാൻ എൻ്റെ മകൻ പരീക്ഷ എഴുതുന്നില്ല, അതുകൊണ്ട് അവരും ഈ പരീക്ഷ എഴുതണ്ട എന്നുള്ള അഭിപ്രായം പറയുന്നു. നാളെ ആരംഭിക്കുന്ന SSLC പരീക്ഷയിൽ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുത്തിയാണ് പ്രതികളായ 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതിക്കുക. പോലീസ് സുരക്ഷയോടെയാകും കുട്ടികളെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കുന്നത്. 24 കോഴിക്കോട്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. പുലർച്ചെ കോരിച്ചൊരിയുന്ന മഴയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ പൊളിച്ചുമാറ്റി പോലീസ്. കനത്ത മഴയിൽ നനഞ്ഞും ഇന്ന് ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം തുടരുകയായിരുന്നു. ഇന്നും സമരസ്ഥലത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് മഴക്കൂട്ടും കുടയും എത്തിച്ചു നൽകി. ഇത്ര ഭയങ്കര നഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സലോചിച്ചു? നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? ഈ വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പറയുന്നത് ഈ ടാർപ്പ അഴിച്ചു മാറ്റാൻ എടുത്തുകൊണ്ട് കളാം. സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടു മുൻപിൽ പുലർച്ചെയാണ് പോലീസിന്റെ ഈ നടപടി. മഴയിൽ കുതിർന്ന് പ്രതിഷേധക്കാർ നേരം വെളുപ്പിച്ചു. പകലും കനത്ത മഴ, എന്നാൽ പ്രതിഷേധ ചൂടിന് കുറവില്ല. ടാർപ്പാളിൻ പിടിച്ചിരിക്കാനും അനുവദിക്കില്ലെന്നാണ് പോലീസ് നിലപാട്. ദിവസങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റിന് മുൻപിലെ തെരുവുവിളക്കുകൾ അണച്ചതിന് പിന്നാലെയാണ് സമരക്കാർക്ക് നേരെയുള്ള അടുത്ത പ്രതികാര നടപടി. ചാനലുകളുടെ സർവൈലൻസിൽ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളാരും ഭയക്കുന്നില്ല, സർക്കാർ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്.
പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിക്കുന്നതെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച അടൂർ പ്രകാശ് എം പി ആരോപിച്ചു. സമരസ്ഥലത്തെത്തിയ സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് റെയിൻകോട്ടും കുടയും വാങ്ങി നൽകി. ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, എപ്പോഴും ചെയ്തതുപോലെ. നാളെ ആയിരക്കണക്കിന് പേരെ അണിനിരത്തി നിയമസഭാ മാർച്ചിനൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജോസിൻ ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്: ബ്രോ, ആശാ വർക്കേഴ്സിനെ സർക്കാർ അവഗണിക്കുവാണോ? ഇവർ കോവിഡ് കാലത്തെ അവർ ചെയ്ത സേവനത്തെ മറക്കാനും പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, ആശാ വർക്കേഴ്സിന് സമരത്തെ അടിച്ചമർത്താൻ കാണിക്കുന്ന ആവേശം കേരള പോലീസ് മയക്കുമരുന്ന് മാഫിയ അടിച്ചമർത്താൻ കാണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഭരണ സംവിധാനമുണ്ടോ? പാവങ്ങൾ ആശമാരി ഇങ്ങനെ ദ്രോഹിക്കാൻ എങ്ങനെ പോലീസിന് കഴിയുന്നതെന്നാണ് ഷാഫി കുമേരിയുടെ ചോദ്യം. ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ പോലീസ് 144 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 145 പേർക്കെതിരെ നടപടിയെടുത്തു. കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. വിഷ്ണു സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് ഡിഹണ്ടിന്റെ ഭാഗമായി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 144 കേസ് രജിസ്റ്റർ ചെയ്യുകയും 145 പേർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തത്. കഞ്ചാവ്, MDMA പോലുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പെരുമ്പാവൂരിൽ നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തുന്ന ഒരു ഒഡീഷ സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 500 ഗ്രാമിന്റെ കഞ്ചാവ് പൊതിയാണ് ഇയാൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ വിറ്റിരുന്നത്. ഇയാൾക്കെതിരെ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ കർശനമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമവിരുദ്ധമായി നിരത്തിൽ ഇറങ്ങുന്ന റെന്റൽ കാറുകളുടെയും കള്ള ടാക്സികളുടെയും പ്രവർത്തനം തടയണം എന്ന് ടാക്സി ഡ്രൈവേഴ്സ്. സ്പീഡ് ഗവർണർ 80 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററാക്കി പുതുക്കി നിശ്ചയിക്കണമെന്നും ടാക്സി ഡ്രൈവേഴ്സ് ആവശ്യപ്പെട്ടു. വിഷയം ചൂണ്ടിക്കാട്ടി കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രാപകൽ സമരം നടത്തി. കോഴിക്കോട് ജില്ലയിൽ മാത്രം കള്ള ടാക്സികളും റെന്റേ കാറുകളും 1000-ലധികമുണ്ടെന്നാണ് ടാക്സി ഡ്രൈവർമാർ പറയുന്ന കണക്ക്. സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇനിയും വർദ്ധിക്കും. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പരാതി പറഞ്ഞ് മടുത്തവരാണ് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ. പലകുറി വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് കള്ള ടാക്സി സർവീസ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മുൻപത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതാണ് ടാക്സി ഡ്രൈവർമാരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ കള്ള ടാക്സികൾ, വ്യാജ ടാക്സികളും റെന്റേ കാറുകളും നിയമം മൂലം നിരോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ മുഴുവൻ RTO ഓഫീസുകളിലും ഞങ്ങൾ കൃത്യമായ പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ RTO ഓഫീസർമാർ അതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 1000-ഓളം കള്ള ടാക്സികൾ ഉണ്ടെന്നാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പറയുന്നത്. ഇവരുടെ വണ്ടി നമ്പർ സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും ടാക്സി ഡ്രൈവർമാർ കുറ്റപ്പെടുത്തുന്നു. GPS വിഷയത്തിൽ അശാസ്ത്രീയമായ GPS സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. GPS 6500 രൂപ കൊടുത്ത് ഒരു ടാക്സിക്കാരൻ വാങ്ങി വെക്കുമ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ആ പാനിക് ബട്ടൺ അമർത്തുമ്പോൾ കൺട്രോൾ റൂമിലേക്ക് അത് എത്തുകയും അതിൻ്റെ സന്ദേശം എത്തുകയും വേണ്ട സമയത്ത് സഹായം ചെയ്യും എന്നാണ്. പക്ഷേ ആ പാനിക് ബട്ടൺ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അതുകൊണ്ടുള്ള ആകെയുള്ള ഉപയോഗം എന്ന് പറയുന്നത് എവിടെയെങ്കിലും വണ്ടി നോ പാർക്കിങ്ങിൽ കിടക്കുകയാണെങ്കിലോ സ്പീഡിൽ പോവുകയാണെങ്കിലോ വീട്ടിൽ ഫൈൻ വരും. ഈ ഒരു ഇതല്ലാതെ വേറെ യാതൊരു ലാഭവുമില്ല. ഓരോ ദിവസവും ഓടിക്കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്നവരാണ് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ. അവരുടെ കഞ്ഞിയിൽ പാറ്റയിടരുതെന്നാണ് അവരുടെ അപേക്ഷ. വർഷങ്ങളായി സർക്കാരുകൾക്ക് മുന്നിൽ വെക്കുന്ന അപേക്ഷയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ടാക്സി ഡ്രൈവർമാർ ആരോപിക്കുന്നത്. കൂടാതെ ടാക്സികൾക്ക് നിർബന്ധമാക്കിയ GPS സംവിധാനം ശാസ്ത്രീയമാക്കുക, ഫിറ്റ്നസ് എടുക്കുമ്പോൾ ഇളവ് അനുവദിക്കുക, കേരളത്തിലെ നാഷണൽ ഹൈവേകളിൽ ടാക്സി വാഹനങ്ങൾക്ക് മാത്രം നിർബന്ധമാക്കിയ സ്പീഡ് ഗവർണർ 80 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററാക്കി പുതുക്കി നിശ്ചയിക്കുക, കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ചുമത്തുന്ന ഭീമമായ നികുതി കുറച്ചു നൽകുക, ദീർഘദൂര ട്രിപ്പുമായി സഞ്ചരിക്കുന്ന ടാക്സി ഡ്രൈവർമാർക്ക് ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൗസുകളിലും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ടാക്സി ഡ്രൈവർമാർക്കെതിരെ പിഴ ചുമത്തുമ്പോൾ അത് കൃത്യമായി ഈ ഡ്രൈവർമാരെ അറിയിക്കണം. പിഴ ഒടുക്കാൻ 10 ദിവസത്തെ സാവകാശമെങ്കിലും നൽകണം. കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി
മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുൻപിൽ വെക്കുന്ന അപേക്ഷകളിൽ തീർപ്പുണ്ടാകണം തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ഇവർ സർക്കാരുകൾക്ക് മുന്നിൽ വെക്കുന്നത്. ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിയമവിരുദ്ധമായി നിരത്തിലിറങ്ങുന്ന റെന്റൽ കാറുകൾക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യം. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തു എന്ന് ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നു. പ്രതികരണങ്ങൾ: 80 കിലോമീറ്റർ വെച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ശരിക്കും 100-120 ശരിക്കും സ്പീഡ്. വണ്ടീൻ്റെ തന്നെ 160 സ്പീഡ് വരുന്നത്. പക്ഷേ 80 കിലോമീറ്ററാണ് വെച്ചത്. ഇത് സ്പീഡ് ഗവർണറിന് അങ്ങനെ ഒരു ഇത് വെച്ചത് കൊണ്ട് പ്രൈവറ്റ് വണ്ടിക്കാർ കൂടുതൽ സ്പീഡ് എന്ന് പറഞ്ഞ് കള്ള ടാക്സികൾ ആൾക്കാർ വിളിച്ചു പോകാനുള്ള മെയിൻ കാരണം അതാണ്. കള്ള ടാക്സികൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം സാധാരണ വളരെ കുറഞ്ഞ പ്രീമിയമേ ഉള്ളൂ. അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഫീസ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് ഓടാൻ കള്ള ടാക്സികൾക്ക് പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതും ഈ നമ്മളെ ഇപ്പോൾ നിൽക്കുന്ന കളക്ടറേറ്റിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 20ഓളം അനധികൃത ടാക്സി ഓടുന്നുണ്ട്. ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും ഇവിടെ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. അതും നമ്മൾ കളക്ടർ മുമ്പിലും RTOന്റെ മുമ്പിലും ഒക്കെ പരാതിയായിട്ട് കൊടുത്തതാണ്. പക്ഷേ നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല. നമ്മുടെ ഒരു തൊഴിൽ സംരക്ഷിക്കുന്ന ഭാഗമായിട്ടാണ് ടാക്സി വണ്ടി. അപ്പോൾ അമിത ഫൈൻ ഈടാക്കുക, അഥവാ പേപ്പർ തെറ്റുണ്ടാവില്ല. അഥവാ തെറ്റുണ്ടെങ്കിൽ തന്നെ നിസ്സാര കാര്യത്തിന് വേണ്ടി അമിതമായ ഫൈനാണ്. നേരെ മറിച്ച് ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ ടാക്സോ അടയ്ക്കാത്ത പ്രൈവറ്റ് വണ്ടി ഒരു 5 പൈസ ഫൈൻ ഇടുന്നത് മാത്രമല്ല അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടും അല്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ സാധ്യതയില്ലാത്തതുമായ ഒരുപാട് നിയന്ത്രണങ്ങൾ ടാക്സി മേഖലയിൽ മാത്രം നടപ്പിൽ വരുത്തുന്നത് പൊതുജനങ്ങൾക്ക് ഈ ടാക്സികളോടുള്ള ഒരു സമീപനം ഇല്ലാതാവുകയും അതുമൂലം കള്ള ടാക്സികൾ ഒരുപാട് വർദ്ധിക്കാനുണ്ടാകുന്ന സാഹചര്യമുണ്ട്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഒറ്റപ്പാലം വാണിയംകുളത്ത് അനധികൃതമായി 7 ഏക്കറോളം കുന്നിടിച്ച് നിരത്തുന്നു എന്നുള്ള പരാതി ഉയർന്നു. വാണിയംകുളം ടൗണിനോട് ചേർന്നുള്ള ബംഗ്ലാക്കുന്നാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരപ്പാക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ല എന്നാണ് ആരോപണം. പരാതി ലഭിച്ചതിനെ തുടർന്ന് വില്ലേജ് അധികാരികൾ പ്രവർത്തികൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലത്തെ വാണിയംകുളം ഫസ്റ്റ് വില്ലേജിന് കീഴിലുള്ള ബംഗ്ലാംകുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് 7 ഏക്കറോളം വരുന്ന ഈ സ്ഥലം. 15 ദിവസം മുൻപ് കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. നാട്ടുകാർ വിചാരിച്ചു വൃത്തിയാക്കാനാണെന്ന്. പക്ഷേ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വാണിയംകുളം ടൗണിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള 7 ഏക്കറോളം വരുന്ന കുന്നിൻ പ്രദേശമാണ് ഒരു വകുപ്പുകളുടെയും അനുമതിയില്ലാതെ ഇടിച്ചു നിരത്തുന്നത്. താഴേക്ക് മണ്ണിടിച്ചിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ചൂരൽമഴയുടെ അവിടെ ഉണ്ടായതുപോലത്തെ ഒരു അനുഭവം ഇവിടെയും വരാം. അതുകൊണ്ട് പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇത് കൊടുത്തിരുന്നു. പിന്നെ വില്ലേജിലും ഒക്കെ കൊടുത്തിട്ട് ആരും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങളെ വീടൊക്കെ ഈ കുന്നിൻ്റെ താഴെയാണുള്ളത്. ഇവിടുന്ന് മണ്ണെടുത്തിട്ടും മരങ്ങൾ മോസിട്ടും ഒക്കെ ഒരുപാട് വലിയ പാറക്കല്ലുകളൊക്കെ ഉണ്ട്. ഒരു നല്ല മഴ പെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്നായിട്ട് ഒലിച്ചു വരും. വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി പോണതാണ്. ഞങ്ങളെല്ലാവരും പ്രതിഷേധിക്കും. കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുന്നിൻ പ്രദേശം നിരപ്പാക്കുന്നതെന്നാണ് ഉടമസ്ഥരുടെ വാദം. അനുമതിക്കായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഉടമസ്ഥർ പറയുന്നത്. എന്നാൽ സ്ഥലം നിരപ്പാക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രദേശത്തെ വില്ലേജ് ഓഫീസർ വ്യക്തമാക്കുന്നു. കുന്നാട്ട് കിടക്കുകയാണ്, നിരപ്പാക്കി കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അവരെ ഇങ്ങനെയല്ല, വില്ലേജ് റവന്യൂ അധികാരികൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് റോഡിൽ പോകുമ്പോൾ ഒന്നും ആർക്കും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇതായിട്ട് കിടന്നിരുന്നേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ട് ഇവര് രഹസ്യമായിട്ട് ഈ പറയപ്പെടുന്ന നിരത്തുന്ന പരിപാടി ഏതാണ്ട് ചെയ്തു. കുന്നിൻ മുകളിലെ വലിയ പാറക്കല്ലുകളും നിരപ്പാക്കിയ മണ്ണും മഴ പെയ്താൽ കുത്തിയൊലിച്ച് തങ്ങളുടെ മേൽക്കൂരകൾക്ക് മേലെ പതിക്കുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. കുട്ടികളടക്കം ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളൊരു ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലൊരു മല മൊത്തത്തിൽ പൊളിക്കുക, കുന്ന് മൊത്തത്തിൽ പൊളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരു മണ്ണിടിച്ചലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വാണിയംകുളം എന്നുള്ളൊരു ദേശം തന്നെ ഇല്ലാണ്ടാവും. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഭീഷണി ഇല്ലാത്ത രീതിയിലേക്കായിരിക്കണം അവരുടെ
പണികൾ അവർ ചെയ്യേണ്ടത്. അത്രേ പറയാനുള്ളൂ. കുന്നിന് താഴെ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശങ്കയുടെ മുൾമുനയിലുള്ളത്. അതേസമയം പ്രദേശവാസികളുടെ സൗരജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണിതെന്നും ഉടമസ്ഥർ പറയുന്നു. റവന്യൂ അധികൃതർ ഇടപെട്ട് തൽക്കാലം കുന്നിടിച്ച് നിരപ്പാക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ വാക്കാൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതും രേഖാമൂലം നൽകിയിട്ടില്ല എന്നത് ഓർക്കണം. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. സംസ്ഥാന പാതയാണ്. റവന്യൂ അധികാരികളുടെയും നാട്ടുകാരുടെയും ഒക്കെ കൺമുന്നിലാണ് ഇത്രയും അഭ്യാസം കാണിച്ചത്. എന്തുകൊണ്ടാണ് നടപടി ഇത്രയും വൈകിയത്? ചോദ്യമാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് രാജീവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദീപക് ധർമ്മടം അറിയിക്കുന്നുണ്ട്. ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളായ വിദ്യാർത്ഥികളുണ്ട്. അവരെ സ്കൂളിൽ വെച്ച് പരീക്ഷ എഴുതിക്കരുത് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ പരീക്ഷ നടത്തണമെന്നുള്ള ആവശ്യം പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പരീക്ഷാ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഇക്കാര്യം ആവശ്യപ്പെട്ട് പോലീസ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിച്ചാൽ തടയുമെന്ന് ചില സംഘടനകളൊക്കെ ഇതിനോടകം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതുകൂടി കണക്കിലെടുത്തായിരിക്കും പോലീസ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. പത്തനംതിട്ട ഏഴംകുളത്ത് കുന്നിടിച്ച് മണ്ണെടുക്കാൻ നീക്കം. നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർത്തുന്നത്. തേപ്പുപാറയിലെ ചീരംകുന്ന്, വേള മുരുപ്പ് കുന്നുകൾ ഇടിച്ച് മണ്ണെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ തെല്ലാശങ്കയോടെയാണ് പ്രദേശവാസികൾ മണ്ണെടുപ്പിനെ കാണുന്നത്. 3 തോടുകളുടെ പ്രധാന ജലവിനിമയ മാർഗം. ചരിത്ര പ്രാധാന്യവും ഏറെയാണ് തോപ്പുംപാറയിലെ ചീരംകുന്ന് മലനിരകൾക്ക്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിൽ 64 ഏക്കറുള്ള ചീരംകുന്ന് മലയുടെ 24 ഏക്കർ തുരന്ന് മണ്ണെടുപ്പ് നടത്താനാണ് നീക്കമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണെടുപ്പുണ്ടായാൽ സമീപത്തെ 100ഓളം വീടുകൾ ഭീഷണിയിലാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ചീരംകുന്ന് മലയ്ക്ക് പുറമെ സമീപത്തുള്ള വേളമുരുപ്പ് കുന്നും മണ്ണെടുപ്പ് ഭീഷണിയിലാണ്. പാരിസ്ഥിതിക പഠനങ്ങളൊന്നും നടത്താതെയാണ് മണ്ണെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ തേപ്പുപാറ മേഖലയിലാണ് ഈ കുന്നുകൾ ഇടിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ വരാതിരുന്നത്. ഞങ്ങൾ 2023 മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. നിയമപരമായ പോരാട്ടത്തിലൂടെയും ഞങ്ങൾ ഈ കുന്നിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മണ്ണെടുപ്പ് തുടർന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മണ്ണെടുപ്പ് തടയണമെന്ന ആവശ്യവുമായി ഉന്നത ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഇതിനകം തന്നെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരം ആശങ്കകളിൽ പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അതുണ്ടാകുക തന്നെ വേണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂരത കാണിച്ച കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കണമോ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യം. നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ആ നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ അതിൽ തീരുമാനവും വരിക. കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ പോലീസ്. സ്കൂളിലെ പ്രതികൾ കഴിയുന്ന ജുവനൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ നടത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പോലീസ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട്. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, ഷഹബാസിന്റെ കൊലപാതകം, ആ കൂട്ടാക്രമണം നടത്തിയ പ്രതികൾ 5 പേർ അതേ സ്കൂളിൽ പോയി പരീക്ഷ എഴുതുന്ന സാഹചര്യമായിരുന്നു ഉണ്ടാവാൻ പോകുന്നത്. നാളെ അവർ പരീക്ഷ അവിടെ വെച്ച് എഴുതാനായിരുന്നു തീരുമാനം. അത് പോലീസ് എസ്കോർട്ടോടുകൂടി അവരെ കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എന്നാൽ ആ ഘട്ടത്തിലാണ് പോലീസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രം മാറ്റണം എന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് റൂറൽ SP KE ബൈജു ആണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ SHO സായൂജ് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഇതിൻ്റെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. അത്
ഇമെയിൽ മുഖേനയാണ് കത്ത് നൽകിയത്. ആ കത്തിൽ കൃത്യമായി പറയുന്നത് ഈ പ്രതികളായ വിദ്യാർത്ഥികൾ അതേ സ്കൂളിൽ പോയി പരീക്ഷ എഴുതുമ്പോൾ അത് സംഘർഷ സാധ്യതയ്ക്കും മറ്റു പ്രശ്നങ്ങൾക്കും ഇടയാക്കും എന്നുള്ളതാണ്. മാത്രവുമല്ല ഡോക്ടർ ഉന്മേഷ്, അതൊരു തെറ്റായ സന്ദേശം കൂടി നൽകും. ഈ ഷഹബാസിൻ്റെ ബാപ്പ ഇന്നും നമ്മളോട് പറഞ്ഞത് ആ പ്രതികൾ പരീക്ഷ എഴുതരുത് എന്നുള്ളതാണ്. വികാരപരമായ പ്രതികരണമാണ്. പക്ഷേ എന്നാൽ നിയമപരമായി ജുനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ആ സ്ഥലത്തു നിന്നും പരീക്ഷ മാറ്റാൻ വേണ്ടിയുള്ള കത്താണ് ഇപ്പോൾ ഈ താമരശ്ശേരി കേസ് അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിഷേധങ്ങൾ നിരവധി ഉണ്ടാകും, തടയും എന്നുള്ളതൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നതാണ്. ആ സാഹചര്യത്തിലാണ് പോലീസ് ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ വെച്ച് തന്നെ ഈ പരീക്ഷ നടത്താൻ വേണ്ടി പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, ദീപക്, ഇത്തരമൊരു സാഹചര്യമുണ്ട്. പക്ഷേ പരീക്ഷ അടുത്ത ദിവസം ആരംഭിക്കുകയാണല്ലോ. അതിനായി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതല്ലേ? ഇങ്ങനെ പരീക്ഷ മറ്റൊരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് എത്രത്തോളം സാധ്യത കൂടിയുണ്ട് ദീപക് ആലോചിക്കുകയാണെങ്കിൽ? അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പോലീസ് ഇത് കൃത്യമായി തന്നെ കാലത്തു തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അത് ജുനൈൽ ജസ്റ്റിസ് ബോർഡിനും ഇതിലൊരു പങ്കുണ്ട്. സ്വാഭാവികമായും ജുനൈൽ ഹോമിൽ വെച്ച് പരീക്ഷ നടത്തണമെങ്കിൽ ജുനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ അനുമതി വേണം. അത്തരത്തിലുള്ളൊരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് എന്നുള്ളതാണ്. കാരണം ഒരു വലിയ സംഘർഷം ഈ പ്രതികളുടെ പരീക്ഷയെ തുടർന്നുണ്ടാകുമ്പോൾ അത് ഈ ജില്ലയിലെ തന്നെ ക്രമസമാധാനത്തെ ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർക്ക് കത്ത് നൽകുന്നു. ആ കലക്ടർക്ക് കത്ത് നൽകി അതിൻ്റെ തുടർച്ചയായി തന്നെ പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകുന്നു. മാത്രവുമല്ല 5 കുട്ടികളുടെ ചോദ്യപേപ്പർ ആ സ്കൂളിൽ നിന്നും ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടില്ല ഡോക്ടർ ഉന്മേഷ്. വേണമെങ്കിൽ അത് പരീക്ഷാഭവൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആ പരീക്ഷ ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ നടത്താനും ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇത്. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം ഈ കുട്ടികളുടെ പരീക്ഷ സ്കൂളിൽ വെച്ചല്ല, മറിച്ചത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പോലീസ് കത്ത് നൽകി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി KPCC അധ്യക്ഷൻ K. സുധാകരൻ. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി അകൽച്ചയില്ലെന്നും ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് തങ്ങളെന്നും K. സുധാകരൻ പറഞ്ഞു. പാർട്ടിയുമായി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നത് സത്യമാണെന്നും എന്നാൽ KPCC നേതൃത്വത്തിന് എതിരെ AICC നേതൃത്വത്തിന് താൻ കത്തയച്ചിട്ടില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കി. അതിൽ ദുഃഖമുണ്ട്, അത് തിരുത്തുകയാണ് ഞാൻ തിരുത്തുകയാണ്. ആ തിരുത്താനാണ് ഞാൻ വന്നത്. ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം, പക്ഷേ അത് ബോധപൂർവമല്ല. ഇന്ന് നമുക്കതൊരു അനിവാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം അത് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. ഞാനും ശ്രീമാൻ സുധാകരൻ തമ്മിലുള്ള ബന്ധം അത് ദീർഘകാലത്തെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഉലച്ചിലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് പരിഹരിക്കേണ്ട ഭാഗമായിട്ടാണ് എനിക്ക് ഒരു AICC പ്രസിഡന്റിനും എനിക്ക് കത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. എനിക്ക് ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അത്രയും ബന്ധമുണ്ട്. ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലില്ല. അങ്ങനത്തെ ഒരു ഗതികേടൊന്നും എനിക്കില്ല. ഒരു കത്തയക്കേണ്ട ഗതികേടൊന്നും. ഞാൻ കത്ത് അയച്ചിട്ടുണ്ട് എങ്കിൽ കത്ത് അയച്ചു എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുമില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഡോക്ടർ ശശി തരൂർ MPയുടെ നിലപാട് മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ശശി തരൂരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുമെന്നും K. സുധാകരന്റെ പ്രതികരണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പദപ്രയോഗം അദ്ദേഹം ഉപയോഗം നടത്തി എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അകത്ത്. അത് അദ്ദേഹം തന്നെ സംസാരിച്ച് തിരുത്തി. 1 തവണയല്ല 2 തവണയല്ല 3 തവണയിലധികം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അദ്ദേഹത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. സമീർ സിംഹുവിനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, ഈ ഡൽഹിയിൽ നടന്ന ആ യോഗം, അതിനുശേഷം ഐക്യാഹ്വാനമുണ്ടായി, പിന്നാലെയാണല്ലോ കൂടിക്കാഴ്ചകളൊക്കെ. സമീർ, തീർച്ചയായും അത്തരമൊരു കൂടിക്കാഴ്ചയിൽ പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം ആ നീരസം പ്രകടമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസിൽ ശക്തമായി. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന വാർത്തകൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് അയച്ച ഒരു കത്തുമായി ബന്ധപ്പെട്ടാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP വടകരയിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത്. 5 മണിയോട് കൂടെ വന്ന അദ്ദേഹം 6:30 വരെ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട ചർച്ചയായിരുന്നു. വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്നും അതിനുശേഷം അദ്ദേഹം
മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു, ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കി. പാർട്ടിക്ക് കണ്ണൂരിൽ വലിയ അടിത്തറ പാകിയ വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇനി പാർട്ടി മുന്നോട്ട് പോകുക. തങ്ങൾക്കിടയിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന കാര്യമാണ് നേതാക്കൾ പറഞ്ഞത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി ഇനി ചേർന്ന് പ്രവർത്തിക്കും. മാത്രമല്ല, താൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, അങ്ങനെ ഒരു കത്തയക്കേണ്ട ആവശ്യമില്ല എന്നൊരു പ്രതികരണമാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ശരി സമീർ, ഏതായാലും അത് പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു. കോൺഗ്രസിൽ ഐക്യ ആഹ്വാനം ഉണ്ടായ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നുവെന്നാണ് സമീർ സിംഗ് ഇപ്പോൾ അറിയിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജന കഴുതയല്ല ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തൊരു ജനകീയ വിഷയത്തിലേക്ക് പോവുകയാണ്. വികസനത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാതെ വലയുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ. കഴിഞ്ഞ കുറേ മാസങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലെ ഒരു വിഭാഗം ജനങ്ങൾ. കൊച്ചി കോർപ്പറേഷന്റെ 2ാം ഡിവിഷനിലാണ് സമാനതകളില്ലാത്ത ഈ ദുരന്തം. വാട്ടർ അതോറിറ്റി വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 500ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. എന്നാൽ ഇവിടെ ഇപ്പോഴെത്തുന്നത് മലിനജലമാണെന്നാണ് ജനങ്ങളുടെ പരാതി. കുടിക്കാനോ കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ വെള്ളമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനാവുമോ? ആ അവസ്ഥയിലൂടെയാണ് ഫോർട്ട് കൊച്ചി തുരുത്തിയിലെ ജനങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്. ഫോർട്ട് കൊച്ചി തുരുത്തി പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇതുപോലെയാണ്. ഒരിറ്റു കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ദിവസങ്ങൾ മുന്നേ വന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സൂക്ഷിച്ചു വെച്ചാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് കുടിക്കാനാ കുറച്ച് വെള്ളം വന്നാൽ മതി. 2 ആഴ്ച ഇന്നലെ മിനിയാന്നാണ് വെള്ളം വന്നത്. കാത്തിരുന്ന് വെള്ളമെത്തിയാലും ദുരിതം തീരുന്നില്ല. മലിനജലമാണ് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നതെന്ന് ആരോപണം. വെള്ളമില്ലാ ദുരിതത്തിന്റെ ഇരകളാണ് സകലരും. എപ്പോഴും വെള്ളം പിന്നെ നല്ല വെള്ളമൊക്കെ ആയിട്ട് മഞ്ഞുണ്ട്. പക്ഷെ എപ്പോഴും കുടിക്കുമ്പോൾ ഭയങ്കര ഉപ്പാണ്. എന്തെയൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. കൊച്ചി കോർപ്പറേഷനിലെ 2ാം ഡിവിഷനിൽ ഭൂരിഭാഗം വീടുകളും 1 സെന്റോ അതിൽ കുറവ് സ്ഥലത്തോ പണി കഴിപ്പിച്ചവയാണ്. വെള്ളത്തിനായി കിണറുകളോ കുഴൽ കിണറുകളോ മറ്റു സ്രോതസ്സുകളോ ഇല്ല. ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ്. മലിനജല വിതരണത്തെക്കുറിച്ചുള്ള പരാതികളിൽ കോർപ്പറേഷനും കൗൺസിലറും കൈമലർത്തി. അത് പരിഹരിക്കുന്നതിന് സമഗ്രമായ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലൊരു പദ്ധതികളും ഫണ്ടുകളൊക്കെ ആവിഷ്കരിച്ചതിന് ശേഷം നടക്കുള്ളൂ എന്നാണ് കൊച്ചിൻ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും പറയുന്നത്. അപ്പോൾ സർക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ ജനങ്ങൾ ഇങ്ങനെ വെള്ളം കുടിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന തലങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ഇടപെടേണ്ട വിഷയമുള്ളത്. ഹൈടെക് നഗരം, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം, മെട്രോ സിറ്റി, വിശേഷണങ്ങളേറെയുള്ള കൊച്ചിയിൽ തന്നെയാണ് കുടിവെള്ളത്തിനായി കണ്ണീര് പൊഴിക്കുന്ന ജനങ്ങളുള്ളതും. ഈ ഗതികെട്ട കാലത്തിന് എന്നറുതി ഉണ്ടാകും? ചോദ്യത്തിന് ഉത്തരമില്ല. ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയിലാണ് ഈ ദുരവസ്ഥ എന്നതും അധികാരികളെ അപമാനകരം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അനൂപ് എസ് നായർക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. കുപ്പിവെള്ളം വാങ്ങിയാണ് ഇവിടുത്തെ ജനങ്ങൾ ദാഹമകറ്റുന്നത്. ശുദ്ധജലമില്ലാത്തതിനാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നതും പതിവാവുകയാണ്. അല്പം ശുദ്ധജലം കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് ഉയരുന്ന ചോദ്യം. വെള്ളം വെള്ളം ചെളി ചോക്കണ്, തോട്ടിലെ വെള്ളം പോലെ കലക്ക് നിറം. അതാണ് ഇപ്പോഴത്തെ വെള്ളം വരല്. കഴിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യും? കുപ്പിവെള്ളം മേടിച്ചിട്ടാണ് കുടിക്കണത്. കുളിക്കണത് പിന്നെ കുളിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇന്ന് 7 ദിവസത്തോളമായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. ഒരു ശകലം പോലും വെള്ളം കുടിക്കാനില്ല. അപ്പോൾ കുടിക്കാനും മക്കൾക്ക് കുടിക്കാനും പറ്റൂല. കുട്ടികൾക്കൊക്കെ അതേ രോഗമാണ്, എല്ലാത്തിനും പനികളൊക്കെ പിടിച്ച് അതേ ഓരോരുത്തർക്ക് ഛർദ്ദലി പനി അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി, നമുക്ക് 2 മാസമായി ഇപ്പോൾ അസുഖം വന്നിട്ട്. ഇപ്പോൾ അതേ കുട്ടിക്ക് വന്നേക്കണം, ചെറിയ കുട്ടിക്ക്. ആഴ്ചയിൽ 3 പ്രാവശ്യം വെള്ളം കിട്ടിയ അത്രേ ഉള്ളൂ. തീർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് എപ്പോഴും പൊട്ടലും പിടിക്കലും അങ്ങനെ സംവിധാനം. പിന്നെ ഇപ്പോൾ 1-2 മാസമായിട്ട് ഉപ്പുള്ള കടലുള്ളതാണ്. ഈ തുരുത്തി പ്രദേശത്തും കൽവത്തി, കോഞ്ചേരി
ഈ ഭാഗങ്ങളിൽ എവിടെയും വെള്ളം കിട്ടില്ല. വെള്ളം കിട്ടിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലായാലും എല്ലാ സ്ത്രീകളും പാതിരാത്രി ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് ചിലപ്പം കിട്ടുന്ന വെള്ളമാണെങ്കിൽ ഉപ്പുവെള്ളം. നമുക്ക് നല്ല വെള്ളം കിട്ടിയാൽ മതി. ഞങ്ങളെ നോയമ്പൊക്കെയാണ് വേണം. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നോയമ്പും പിടിച്ചിട്ട് വെള്ളത്തിന് നടക്കാൻ പറ്റൂല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ. ഇതോടെ പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടി പൂർത്തിയാവുകയാണ്.